നമ്മളിവിടെ ആദ്യം തന്നെ BC 547 എന്ന് പറഞ്ഞ ഒരു ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. ഈ ട്രാൻസിസ്റ്ററിൽ 3 ലെഗാണ് തന്നെ, CBE. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് സോൾഡറിൻ്റെ ലെഡ് ഒന്ന് ഇതിലേക്ക് വയ്ക്കാം. എന്നിട്ട് അവിടേക്ക് 470 ഓമിൻ്റെ ഒരു റെസിസ്റ്റർ നമ്മൾ Cയും Bയും ലെഗിലൊന്ന് സോൾഡർ ചെയ്യാം. ഇനി എക്സസ് ആയിട്ട് നിൽക്കണ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. 10K PTC തെർമിസ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനായിട്ടുള്ള ഒരു റെസിസ്റ്ററാണ്. ഇനി നമ്മളൊരു ബാറ്ററി കണക്ടർ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ഈ ലെഗിലേക്ക് കണക്ട് ചെയ്യുക. അതാണ് നമ്മുടെ നെഗറ്റീവ് ചാർജ് വരുന്നത്. പിന്നെ തെർമിസ്റ്ററിൻ്റെ അടുത്ത ലെഗിൽ നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ട 12 വോൾട്ടിൻ്റെ ഒരു കൂളിംഗ് ഫാനാണ്. നമ്മളിനി നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ C ലെഗിലേക്ക് നെഗറ്റീവ് കണക്ട് ചെയ്യുക ഫാനിൻ്റെ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഫാനിൻ്റെ പോസിറ്റീവ് നമ്മൾ തെർമിസ്റ്ററിൻ്റെ പോസിറ്റീവിലേക്ക് തന്നെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ സർക്യൂട്ട് തന്നെ. നമ്മൾ ഇനിയിപ്പോൾ ഒരു 9 വോൾട്ട് ബാറ്ററി എടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ തെർമിസ്റ്റർ ഒന്ന് ലൈറ്റർ ഉപയോഗിച്ച് ചൂടാക്കുകയാണെങ്കിൽ ഫാൻ കറങ്ങണ കാണാൻ പറ്റും. ഈ തെർമിസ്റ്റർ ചൂടായിരിക്കുമ്പോൾ മാത്രമാണ് ഈ ഫാൻ കറങ്ങുന്നത്. അത് കൂളാവുന്നതിനനുസരിച്ച് നമ്മുടെ ഫാൻ സ്ലോ ആയി നിൽക്കുന്നത് കാണാം. നമുക്ക് ലൈറ്റർ ഉപയോഗിച്ച് തന്നെ ചൂടാക്കണമെന്നില്ല. നമുക്ക് ഇത്രയും ഒരു ടെമ്പറേച്ചറിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഫാൻ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ തെർമിസ്റ്റർ തണുത്തതിന് ശേഷം മാത്രമാണ് ഫാനിൻ്റെ വർക്കിംഗ് നിൽക്കുന്നത്.